ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ വാഖിഅയുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ചയാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ തുടർച്ചയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഏകദേശം 57ഓളം ആയത്തുകൾ ഓതി അർത്ഥം പറഞ്ഞ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ചെറിയ വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 58 മുതൽക്കുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർന്ന് ഇന്ന് പഠന വിധേയമാക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم. 58 മുതൽക്ക് 74 കൂടിയ ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തത്. അള്ളാഹു നമ്മുടെ അറിവിന് ബർക്കത്ത് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിഅയിലെ ഈ പറയപ്പെട്ട ആയത്തുകൾ, അതായത് അൽ വാഖിഅയിലെ 58 മുതൽക്ക് 74 കൂടിയ ഈ ആയത്തുകൾ യഥാർത്ഥത്തിൽ 4 ചോദ്യങ്ങളാണ്. 4 ചോദ്യങ്ങളും ആ ചോദ്യത്തോടനുബന്ധമായി വന്നിട്ടുള്ള വിശദീകരണങ്ങളുമാണ്. ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉത്തരം അർഹിക്കുന്നതാണല്ലോ. ആ ഉത്തരം പറയാൻ നമ്മെ കൊണ്ട് പറ്റൂ, നമ്മുടെ ചിന്താഗതികൾ കൊണ്ട് പറ്റൂ. പറ്റുമെങ്കിൽ ഉറപ്പിക്കാം അതൊരു സ്വർഗാവകാശിയുടെ ലക്ഷണമാണ്. കാരണം ഈ 4 ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനുഷ്യ ജീവിതത്തിൽ വളരെ ബന്ധമുള്ള 4 കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ 4 ചോദ്യങ്ങളും അള്ളാഹു ഉന്നയിച്ചിരിക്കുന്നത്. സൂറത്തുൽ വാഖിഅയുടെ അതിപ്രധാനപ്പെട്ട മറ്റൊരു പ്രമേയം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, അതായത് 58ാമത്തെ ആയത്തിൽ തുടങ്ങിയിട്ടുള്ള 62 അവസാനിക്കുന്ന ഒന്നാമത്തെ ചോദ്യവും അതിന്റെ വിശദാംശവും ഒറ്റവാക്കിൽ പറഞ്ഞാൽ, മനുഷ്യന്റെ ഇന്ദ്രിയ തുള്ളി കൊണ്ട് ജീവിതം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു ഇന്ദ്രിയത്തുള്ള ഒരു ജീവിതത്തിലേക്ക് വഴിമാറുന്നത് എങ്ങനെ? വലിയൊരു ചിന്താ വിപ്ലവത്തിനാണ് ഖുർആൻ ഇവിടെ തിരികൊളുത്തുന്നത്. രണ്ടാമത്തെ ചോദ്യം 63ാമത്തെ ആയത്ത് മുതൽക്ക് തുടങ്ങാണ്. കൃഷിയുടെ നിയന്ത്രണം ആരാണ്? അസാധ്യമാണ് മനുഷ്യനെ സംബന്ധിച്ച ആ കാര്യമൊക്കെ. അതേക്കുറിച്ച് വിശദീകരിച്ച് അള്ളാഹു തുടർന്നുള്ള ആയത്തുകളും പറയുന്നുണ്ട്. 68ാമത്തെ ആയത്ത് മുതൽക്കുള്ള ചോദ്യം കുടിവെള്ളത്തെ കുറിച്ചാണ്, വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ്, അതിന്റെ ശുദ്ധ അവസ്ഥ നിലനിൽക്കുന്നതിനെ കുറിച്ചൊരു ചോദ്യമുണ്ട്.
പിന്നെ ഉള്ള നാലാമത്തെ ചോദ്യം 71 ആയത്ത് മുതൽക്കാണ്. തീയിന്റെ ജ്വലന ശക്തിയെ കുറിച്ചാണ്. എങ്ങനെ കഴിയുന്നു? ഈ വിഷയത്തിൽ ഈ 4 ചോദ്യത്തിൽ കൃത്യവും വ്യക്തവുമായ ഉത്തരം അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്നതിലേക്ക് ബോധ്യപ്പെടലാണ്. ആ ബോധ്യപ്പെടൽ ഒരാൾക്കുണ്ടായാൽ, അതായത് ഈ 4 ചോദ്യത്തിന്റെയും ഉത്തരം ഒരാളുടെ മനസാക്ഷിക്ക് ബോധ്യപ്പെടലാണ്, അയാൾ സ്വർഗാവകാശിയാണെന്നതിന്റെ അടയാളം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമുക്ക് 58 ആയത്തിലേക്ക് കടന്നു വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തും മാ തുംനൂൻ. അള്ളാഹു ചോദിക്കാണ്, നിങ്ങൾ എനിക്ക് പറഞ്ഞതാ, നിങ്ങൾ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ കുറിച്ചൊന്ന് പറഞ്ഞതാ. ഗർഭാശയത്തിൽ നിക്ഷേപിക്കുന്ന ഇന്ദ്രിയത്തുള്ളിക്ക് എന്ത് സംഭവിക്കുന്നു, അതേക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ ചോദ്യം, അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ആ ഇന്ദ്രിയത്തുള്ളി അവിടെ നിന്നും ജീവനായി ഉത്ഭവിച്ച് ഒരു ജീവിതത്തിലേക്ക് മാറി വരുന്നുണ്ടല്ലോ. അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അത് നിങ്ങളാണോ അവിടെ സൃഷ്ടിപ്പ് നടത്തുന്നത്, അതോ നാമാണോ? ഉത്തരം അള്ളാഹു ആണ് എന്ന് മനസാക്ഷിക്ക് ബോധ്യപ്പെടലാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. അള്ളാഹു പറയുന്നു, ആ ജീവിതത്തിന് അള്ളാഹു മരണം നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഈ തീരുമാനങ്ങളിൽ അള്ളാഹുവിനെ തോൽപ്പിക്കപ്പെടാൻ പറ്റൂല. അള്ളാഹുവിനെ തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. അലാ അൻ നുബദ്ദില അംസാലക്കും. നിങ്ങൾക്ക് പകരം നിങ്ങളെപ്പോലെയുള്ളവരെ ഇവിടെ രണ്ടാമത് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. നിലവിൽ നിങ്ങളുടെ ജീവിതത്തെ അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോലത്തെ തന്നെ മറിച്ചോ, വനൂശിഅക്കും ഫീമാ ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയാത്തൊരു രൂപത്തിലേക്ക് നിങ്ങളെ മാറ്റം ചെയ്തോ, നിങ്ങളെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്തോ, നിങ്ങൾക്ക് പകരം ഇവിടെ മറ്റൊരു ജനതയെ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. അള്ളാഹുവിന് കഴിയും. ഈ ആയത്തുകളിലൂടെ അള്ളാഹു തആല ഇവിടെ സംബോധനം ചെയ്യുന്നത്, ഈ വിഷയം അവതരിപ്പിക്കുന്നത് പുനർജീവിതത്തെ നിഷേധിച്ച ആളുകളോടാണ്. പുനർജീവിതത്തെ നിഷേധിച്ചവർ പരിശുദ്ധ മക്കയിലും പരിസരത്തും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ടല്ലോ. നിരീശ്വരവാദം അവരുടെ ചിന്തയെ ഉണർത്തുന്ന, അല്ലെങ്കിൽ പുനർജീവിതത്തിലേക്ക് മനസ്സുപോകാത്ത മറ്റു ആളുകളുടെ ബുദ്ധിയെ ഉണർത്തുന്ന ചില ചോദ്യങ്ങളാണിത്. ഇതിന് ഉത്തരം പറയാൻ കഴിയാവുന്നത് സത്യവിശ്വാസത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അള്ളാഹുവിന്റെ ചോദ്യം, ഗർഭാശയത്തിൽ നിക്ഷേപിച്ച ഇന്ദ്രിയത്തുള്ളിക്ക് ജീവൻ നൽകി അതൊരു ജീവിതമായി മാറുന്ന ഈ പ്രക്രിയയുടെ പിന്നിൽ ആരാണ്? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ആ സൃഷ്ടാവ് നാമല്ലേ? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ എന്നാണ്. പിന്നീട് അത് മരണത്തിലെത്തുന്നു. ഈ ജീവിത വ്യവസ്ഥയെ സംവിധാനിച്ച അള്ളാഹുവിനെ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ ആർക്കും കഴിയില്ല. അള്ളാഹു നമുക്ക് കരുണ ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഗർഭാശയത്തിലെ അത്ഭുതത്തെ കുറിച്ച് ഈ ചിന്തിക്കാൻ വേണ്ടി സൂചിപ്പിക്കുമ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആദ്യം അവതരിച്ച 5 സൂക്തങ്ങൾ തന്നെ ഈ ചിന്താ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചാൽ അള്ളാഹുവിന്റെ ചോദ്യം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഫലൗറുൽ ഇൻസാനു മിമ്മാ ഖുലിഖ്. ഒരു മനുഷ്യൻ ചിന്തിക്കട്ടെ, അവന്റെ സൃഷ്ടിപ്പ് എവിടെ നിന്ന് തുടങ്ങുന്നു, അവൻ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കട്ടെ. അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നവന്റെ ഉത്തരം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടല. ഫലൗറുൽ ഇൻസാനു മിമ്മാ ഖുലിഖ്. മനുഷ്യവർഗം ആലോചിക്കട്ടെ, എവിടെ നിന്ന് അവരെ പടക്കപ്പെട്ടു. خلق من ماء دافق يخرج من بين الصلب والترائب. അള്ളാഹു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും മനുഷ്യ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിത്വത്തെ കൊണ്ടുവരികയാണ്. ഗർഭാശയത്തിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതകരമായ സംഭവങ്ങളെ കുറിച്ച് മനുഷ്യൻ ആലോചിക്കാറില്ല. ഖുർആൻ പറയുന്നത് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖിറ. ഗർഭാശയത്തിൽ ആർക്കും പിടികിട്ടാത്ത ഒരു പ്രത്യേക സൃഷ്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന. ശ്രീനാരായണ ഗുരു ഖുർആൻ പഠിച്ച ആളായിരിക്കാം. അദ്ദേഹത്തിന്റെ കവിതാശകലങ്ങളിലൂടെ ലോകത്തോട് സംവദിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ്.
മാതാവുമില്ലവിടെയെന്ന് പിതാവുമില്ലൻ കാതൻ വളർത്തിയവനാണിവനെന്ന് ശംഭോ. ഗർഭാശയത്തിൽ ആരുടെയും സഹായമില്ലാത്ത ആ അവസ്ഥയിൽ കാതൻ തമ്പുരാൻ വളർത്തി എന്നാ പറഞ്ഞു. രേതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു. രതിമൂർച്ചയിൽ നിർഗളിച്ച ഈ ഇന്ദ്രിയത്തുള്ളി രക്തപിണ്ഡമായി മാറുകയാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നാണ്. അപ്പോൾ ഇതേക്കുറിച്ച് മനുഷ്യൻ ആലോചിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കുദറത്ത് ബോധ്യപ്പെടും. ഈ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം. സൂറത്തുൽ വാഖിഅ മുന്നോട്ട് വെക്കുന്ന 4 ചോദ്യങ്ങൾ അതിപ്രധാന പ്രമേയമാണ്. അതിൽ ഒന്നാമത്തേത് ഇന്ദ്രിയത്തുള്ളി ഒരു ജീവിതമായി മാറുന്ന ഈ രഹസ്യത്തെ കുറിച്ച് മനുഷ്യൻ ആലോചിക്കുന്നില്ല എന്നാണ്. ഒന്നുകൂടി ആയത്ത് ഓതിപ്പോരാ. അഫറഅയ്തും മാ തുംനൂൻ അഅതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ അലാ അൻ നുബദ്ദില അംസാലകും വനുശിഅകും ഫീമാ ലാ തഅലമൂൻ വലഖദ് അലിമതും നശഅതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ ജീവിതത്തെക്കുറിച്ച്, പുനർജീവിതത്തെക്കുറിച്ച് ആലോചിക്കാത്തത്? അള്ളാഹു നമുക്ക് സദ്ബുദ്ധി തരുമാറാവട്ടെ. ഒന്നാമത്തെ ചോദ്യം, ആ ചിന്താ വിപ്ലവത്തിന്റെ തുടക്കം അവിടെ കുറിച്ചു വെച്ചിട്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഖുർആൻ പോകുന്നു. രണ്ടാമത്തെ ചോദ്യം കൃഷിയുടെ നിയന്ത്രണത്തെ കുറിച്ചാണ്. കൃഷിയുടെ നിയന്ത്രണം. അള്ളാഹുവിന്റെ ചോദ്യം, അഫറഅയ്തും മാ തഹ്റുസൂൻ അഅതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ. മണ്ണ് കിളച്ച് കൃഷിക്ക് യോഗ്യമാക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ എനിക്ക് പറഞ്ഞതാ കൃഷിക്ക് യോഗ്യമാകുന്ന രീതിയിലേക്ക് മണ്ണ് കിളച്ച് കൊണ്ടുവരുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് പറഞ്ഞതാ. അള്ളാഹു ചോദിക്കുന്നു, ആ അവസ്ഥയിൽ അഅതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ. നിങ്ങളാണോ അവിടെ വിത്ത് മുളപ്പിച്ച് അതിന്റെ വളർച്ചയിലേക്ക് വഴി നടത്തുന്നത്? നിങ്ങളാണോ? അല്ല. വിത്ത് മുളച്ച്, വിത്തിനെ മുളപ്പിക്കുന്നതാരാ? വിത്തിന് ജീവിതം കൊടുക്കുന്നതാരാ? വിത്തിനെ മുളപ്പിച്ച് ആ സസ്യത്തിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളാണോ? അല്ല, അത് അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിന്റെ കുദറത്താണത്. അള്ളാഹു പറയാണ്, നിങ്ങളല്ല അത് കൊണ്ടുവരുന്നത്. നിങ്ങളാണോ നാമാണോ ആ വിത്തിനെ മുളപ്പിച്ച് അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ? അള്ളാഹു പറയുന്നു, അങ്ങനെ പൂർണ്ണതയിലെത്തി അത് കൊയ്യാൻ, അതിന്റെ വിളവെടുപ്പിന്റെ സമയമാകുമ്പോൾ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫളൽതും തഫക്കഹൂൻ. അത് ആ കൊയ്യാൻ വിളവെടുത്ത് നിൽക്കുന്ന സമയത്ത് അതിനെ വെറും ഉണക്ക ചണ്ടിയായി കോലം മറിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അങ്ങനെ ഞാൻ സംഭവിച്ചാൽ ഫളൽതും തഫക്കഹൂൻ, അത്ഭുതത്തോടുകൂടെ നിങ്ങൾ പറഞ്ഞു പോകുമായിരിക്കും, ഇന്നാല മുഗറമൂൻ, ഓ ഈ വർഷത്തെ അധ്വാനം വെറുതെ ആയല്ലോ, ഇത് നമുക്കൊരു ബാധ്യത പോലെ ആയല്ലോ. ബൽ നഹ്നു മഹ്റൂമുൻ, അല്ല, അള്ളാഹു നമുക്കിത് തരാതെ പോയതാണെന്ന് നിങ്ങൾ പിന്നീട് തിരിച്ചറിഞ്ഞ് ആ ആദ്യം പറഞ്ഞതിനെ തിരുത്തി പറയുമെന്ന് ഖുർആൻ. പിന്നെയോ ബൽ നഹ്നു മഹ്റൂമൂൻ, അള്ളാഹു നമുക്ക് തരാൻ നിശ്ചയിച്ചതല്ല, ഇത്രേ ആയിട്ട് അത് നശിച്ചു പോയി, പടച്ചോ നിശ്ചയിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയും വിധം നിങ്ങളുടെ കൃഷിയിടങ്ങളിലെ വിളവെടുക്കാനായ ഫലങ്ങളെയും കൃഷിയെയും നാം നശിപ്പിച്ച് ഉണക്കി കളഞ്ഞേക്കാം. അതിനൊക്കെ അള്ളാഹുവിന് കഴിവുണ്ട്. അപ്പൊ ഇതിന്റെ നിയന്ത്രണം അള്ളാഹുവിലാണെന്ന കൃഷിയെ എടുത്തു പറഞ്ഞു. കൃഷി മനുഷ്യ ജീവിതത്തിൽ അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇസ്ലാമിക വിശ്വാസ ആചാര പ്രകാരം, ഇസ്ലാമിക കർമ്മ പദ്ധതി പ്രകാരം കൃഷിയെ സംബന്ധിച്ച് നമ്മുടെ മതം പറഞ്ഞിരിക്കുന്നത് കൃഷി ഒരു നാട്ടിൽ ഫർള് കിഫയ എന്നാണ്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ എന്താ? ആ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ ചെയ്തില്ലെങ്കിൽ എല്ലാവരും ആ നാട്ടിൽ ഉത്തരവാദികളാവും. അങ്ങനെയാണ് ഫർള് കിഫായ. കൃഷി ഇബാദത്ത് എന്ന പരിധിയിലാണ് ഇസ്ലാം കണ്ടിട്ടുള്ളത്. അമ്പിയാക്കളിലൂടെ ആ പ്രാധാന്യത്തെ അള്ളാഹു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കൃഷിയെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചത് അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവ് കൃഷി എന്ന അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് അവർക്ക് അള്ളാഹ് ഉണ്ട് എന്നതിന് തെളിവ്
وآية لهم الأرض الميتة وأحييناها وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا. ഉണങ്ങി വരണ്ട് കിടന്ന മണ്ണിലേക്ക് മഴ ചൊരിഞ്ഞ് ആ മണ്ണിനെ ഫലഭൂഷ്ടമാക്കി എടുത്തിട്ട് ആ മണ്ണിലൂടെ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ഉതകുന്ന ഏറ്റവും ആവശ്യകരമായ ആഹാര സംവിധാനമായ കാർബോഹൈഡ്രേറ്റ് ധാന്യങ്ങൾ ഹബ്ബ് അതിനെ വിളവെടുപ്പിലൂടെ ഉൽപ്പാദിപ്പിച്ചവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ആ റബ്ബിന്റെ ദൃഷ്ടാന്തമാണ് കൃഷി എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി കൃഷിയെ ഖുർആൻ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നു. ഈ കൃഷിയുടെ ഇടയിൽ ആ കൃഷി വളർന്നുണ്ടാകുന്നതിലുള്ള ചാലകശക്തി അള്ളാഹു ആണെന്ന് ബോധ്യപ്പെടുത്താൻ. നിങ്ങളാണോ ആ കൃഷിയുടെ ഇടയിൽ നിയന്ത്രണം പിടിക്കുന്നത്? അല്ല എന്ന് സമ്മതിക്കുന്ന ബുദ്ധി റബ്ബിന്റെ കുതിരത്ത് അംഗീകരിച്ച ബുദ്ധിയാണ്. അള്ളാഹുവിന്റെ കുതിരത്ത് മനുഷ്യന്റെ ഭക്ഷണം എന്നത് വലിയൊരു ചോദ്യമാണ്. ലോകത്തുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും തൃപ്തികരമാകും വിധം, എല്ലാവർക്കും അല്ലെങ്കിലും 90% ആളുകളും ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണമാണ്, ധാന്യ വ്യവസ്ഥയിലുള്ള ഭക്ഷണ രീതിയാണ്. മനുഷ്യ, നിന്റെ ഭക്ഷണം എങ്ങനെ വരുന്നു എന്ന വ്യവസ്ഥയെ കുറിച്ച് നീ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة أبا متاعا لكم ولأنعامكم. മനുഷ്യവർഗം ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ. ഇലാ ത്വആമി, അവൻ കഴിക്കേണ്ട ഭക്ഷണത്തെ കുറിച്ച്. അന്നാ സ്വബബനൽ മാഅ സബ്ബാ, ആ ഭക്ഷണം വെറുതെ ഉണ്ടായതല്ല. നീ കഴിക്കുന്ന അന്നത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ആ അന്നം വെറുതെ ഉണ്ടായതല്ല. ആകാശത്തിന്റെ മേഘക്കൂട്ടങ്ങളിൽ നിന്നും പേമാരിയെ പെയ്തിറക്കിയവനാണ് അല്ലാഹു. നാം ആ ഭൂമിയിലേക്ക് വെള്ളത്തെ ഒഴുക്കി വിട്ടു എന്നല്ല, ചൊരിഞ്ഞു എന്ന ഒരളവില്ല അതിന്. ഇങ്ങോട്ട് പെയ്തിറങ്ങുന്ന മഴയ്ക്കൊരു അളവ് പോലുമില്ലാതെ വാരിക്കോരി തന്നവൻ ചൊരിഞ്ഞു. പിന്നെ ഇവിടെ ഇറങ്ങി വന്ന വെള്ളത്തെ സ്റ്റോർ ചെയ്തതും അള്ളാഹുവാണ്. എങ്ങനെ? മണ്ണിനെ കീറി, എന്നിട്ട് ആ മണ്ണിന്റെ വിടവിലൂടെ വെള്ളത്തെ അവൻ ഭൂമിയുടെ ഉള്ളറയിൽ സൂക്ഷിച്ചു, കൃഷിക്ക് വേണ്ടി, മനുഷ്യന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സംവിധാനം നിലനിൽക്കുന്നത് മരങ്ങളിലൂടെയും വനപ്രദേശങ്ങളിലൂടെയൊക്കെയാണ്. മരങ്ങൾ വെച്ചുപിടിപ്പിക്കപ്പെട്ടോടത്താണ് മണ്ണിലേക്ക് വെള്ളമിറങ്ങും. ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا. എത്രയോ തരത്തിലുള്ള മനുഷ്യ ഉപയോഗമുള്ള ഭക്ഷണ രീതികളും ആഹാര ക്രമീകരണങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഈ മഴ മുഖേന ഭൂമിയിൽ നിന്നും കൃഷി മുഖേന ഉണ്ടായി എന്നാണ് ഈ ആയത്തുകൾ പറഞ്ഞത്. അപ്പൊ കൃഷിയെ കുറിച്ച് മനുഷ്യന്റെ ചിന്തയെ അള്ളാഹു ഉണർത്തുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ബുദ്ധി, മനസാക്ഷി, അത് റബ്ബിന്റെ കുതിരത്ത് ബോധ്യപ്പെട്ടവൻ ആണ്. അള്ളാഹു അവരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണല്ലോ നിന്റെ കൃഷി, നിന്റെ നിയന്ത്രണത്തിലല്ല. റബ്ബിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് കൃഷിക്ക് ബറക്കത്ത് കൂടുതലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഭൂമിയിലേക്ക് അള്ളാഹു 99 ബറക്കത്ത് ഇറക്കിയിട്ടുണ്ട്. ആ 99 ബറക്കത്തിൽ 98 ബറക്കത്തും അള്ളാഹു വെച്ചിരിക്കുന്നത് കൃഷിയിലാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലായത് വെറുതെ അല്ല. അള്ളാഹുവിന്റെ 99 ബറക്കത്തിലെ 98 ബറക്കത്തും കൃഷിയിലാണ്. ലോകത്ത് വന്നു പോയ നബിമാര് കൃഷിയുടെ വക്താക്കളായിരുന്നു. കാന ആദമു ഹാരിസ, സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാം കർഷകനായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾക്ക് കൃഷി ഒരു ഇബാദത്ത് പോലെ. സയ്യിദന ഇബ്രാഹിം കർഷകനായിരുന്നു. കർഷകൻ എന്ന് പറയുമ്പോൾ കർഷകന്റേതായ ഭാഷയായിരിക്കും. പൊന്നുമോനെയും പ്രിയപ്പെട്ടവളെയും മക്കയിൽ താമസിപ്പിക്കാൻ കൊണ്ടുപോയി ആ ഭൂമികയെ നോക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത്, ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ എന്റെ അടുത്ത് ഒരു പണ്ഡിതൻ വന്നിരുന്നു. അദ്ദേഹം നല്ല കർഷകനാണ്, പണ്ഡിതനുമാണ്, കർഷകനുമാണ്. അദ്ദേഹം ട്രെയിൻ യാത്രയിൽ, ട്രെയിൻ സഞ്ചരിക്കുന്നത് നമുക്കറിയാലോ, നാട്ടുപ്രദേശത്തുകൂടെ പോകുമ്പോ
ഒരു പ്രത്യേകതരം മണ്ണ് കാണപ്പെട്ട ഒരു പ്രദേശത്തെത്തിയപ്പോൾ അദ്ദേഹം ട്രെയിൻ ഒന്ന് പതുക്കെ സ്ലോ ആയ സമയത്ത് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആ കാണുന്ന മണ്ണിൽ ഇന്ന വർഗത്തിലുള്ള തെങ്ങ് വെച്ചാൽ നല്ലോണം അത് കായ്ച്ചുണ്ടാകും എന്ന് ആ പണ്ഡിതൻ പറയാണ്. അദ്ദേഹം കർഷകനാണ്. അതായത് ആ മണ്ണ് കണ്ടിട്ട് അവിടെ നട്ടുപിടിപ്പിക്കേണ്ട ചെടിയുടെ വർഗം ഏതാണെന്ന് പോലും ബോധ്യമുണ്ടാവും. അപ്പൊ അദ്ദേഹം അമേരിക്കയെ കുറിച്ചോ അല്ലെങ്കിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നല്ല സംസാരിക്കുന്നത്. മണ്ണ് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ താല്പര്യം കൃഷിയെ കുറിച്ച് പറയല. കൃഷിയുടെ ഒരു വാസന ഒരു കർഷകന്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. നമ്മുടെ മലയാള നാട്ടിൽ തന്നെ കൃഷി ചൊല്ലുകൾ തന്നെ ധാരാളമുണ്ട്. എന്തെങ്കിലും ഉപമ പറയുന്നോടത്ത് തെങ്ങിനും അടയ്ക്കാമരത്തിനും ഒരേ തളപ്പിടല്ല വേണ്ടത് എന്നൊക്കെ പറയുന്നത് ഈ കൃഷി ചൊല്ലുകളാണ്. അപ്പൊ ഒരു കർഷക വാസന ഉള്ള ആള് സംസാരിക്കുമ്പോ അങ്ങനെ വരും. സയ്യിദുനാ ഇബ്രാഹിം കർഷകനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയ കുടുംബത്തെ കൊണ്ടുപോയി പരിശുദ്ധ കഅബ വരാനുള്ള ആ ഭാഗത്ത് താമസിപ്പിക്കുമ്പോൾ ആ ഒരു സന്ദർഭത്തിലെ മാനസികാവസ്ഥ എന്താ? ആ മാനസികാവസ്ഥയിലും കർഷകന്റെ വായിൽ വന്നത് കൃഷിയുടെ വാക്കുകളാണ്. റബ്ബനാ ഇന്നി അസ്കൗതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമു സ്സലാത ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഖ്വീ ഇലൈഹിം വർസുഖുഹും മിനസ്സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹുവേ, ഞാൻ എന്റെ തലമുറയെ ഞാൻ ഇവിടെ പാർപ്പിക്കാൻ. എവിടെ? ബിവാദിൻ, ഒരു താഴ്വരയിൽ. ആ താഴ്വരയിൽ ജനങ്ങളില്ല, ഇവിടെ ഒരു നാഗരികതയില്ല, ഇവിടെ മനുഷ്യവാസമില്ല, ഇങ്ങനെയൊക്കെ പറയായിരുന്നു. പക്ഷെ മനുഷ്യവാസം പറയലാണ് നമുക്ക് ബോധ്യപ്പെടാൻ ഏറ്റവും നല്ല, ആ വിജനതയെ കുറിച്ച് ബോധ്യപ്പെടാൻ ഏറ്റവും നല്ല പ്രയോഗം. മനുഷ്യരില്ല, ആരുമില്ല പടച്ചവനെ, അങ്ങനത്തെ ഒരു പ്രയോഗമായിരുന്നു. ഖുർആൻ ഇബ്രാഹിം നബിയുടെ വാക്കിനെ അവതരിപ്പിച്ചത് അന്ന് ഖലീലുല്ലാഹി തങ്ങൾ പറഞ്ഞത് അല്ലാ, ഇവിടെ കൃഷിയില്ലല്ലോ തമ്പുരാനെ, അങ്ങനത്തെ ഒരിടത്താണ് ഞാൻ കൊണ്ടുവന്ന് പറപ്പിച്ചത്. കൃഷിയില്ല, കൃഷിയില്ലെങ്കിൽ വെള്ളമില്ല, അങ്ങനെയാണല്ലോ. കൃഷിയില്ലെങ്കിൽ വെള്ളമില്ല, വെള്ളമുണ്ടെങ്കിലേ കൃഷി. അള്ളാഹു മഹ്ശറയിൽ വെച്ച് തിരിഞ്ഞു നോക്കാത്ത ഒരു വിഭാഗത്തെ റസൂലുള്ളാഹി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൃഷിഭൂമിയിൽ വെള്ളം തടഞ്ഞു നിർത്തിയവനാണ്. കൃഷിയും വെള്ളവും തമ്മിലുള്ള ബന്ധത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ സഹായിക്കുന്നവർക്ക് വേണ്ടി ഏറെ പ്രാധാന്യത്തോടു കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാധാരണ വർത്താനത്തിൽ പോലും കൃഷി വചനങ്ങൾ പ്രയോഗങ്ങളുണ്ട്. ഒരു കർഷക വാസനയുണ്ട്. മെഹ്റാജിന്റെ അനുഭൂതിയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാനാകാശത്ത് വെച്ച് സയ്യിദനാ ഖലീലുല്ലാഹി തങ്ങളെ കാണുമ്പോൾ അലൈഹിസ്സലാം ഭൂമിയിലുള്ള തന്റെ പൊന്നു മക്കൾക്ക് ഉപദേശം കൊടുത്തയക്കാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പറയണം, പിൻഗാമികളായി വരാനിരിക്കുന്ന മനുഷ്യ സമൂഹത്തോട് പറയണം. എന്ത് പറയണം? ഭൂമി ഒരു കൃഷിയിടമാണ്. അവിടെയും കർഷകവാസനയുടെ വർത്താന. ഭൂമി ഒരു കൃഷിയിടമാണ്. ആ ഭൂമിയിൽ കൃഷി നടത്തേണ്ടത് അള്ളാഹുവിന്റെ സ്മരണകളായ ദിക്റുകളാണ്. ആ ദിക്ർ പോലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. അവിടെ ആ ദിക്ർ കൃഷി ചെയ്താൽ ആഖിറമെന്ന ആ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ കൃഷി ചെയ്തത് കൊയ്തെടുക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. അപ്പൊ മഹാന്മാരുടെ വർത്താനത്തിൽ പോലും കൃഷി ലയിച്ചിരിക്കാം. അത്ര പ്രാധാന്യമുള്ളത് കൊണ്ട് അള്ളാഹു കൃഷി തന്നെ ഈ 4 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം കൃഷി തന്നെ ആവാൻ കാരണം അതാണ്. കൃഷിക്ക് അത്ര പ്രാധാന്യമാണ്. ഇനി നോക്കൂ, സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒരു രീതി, യുദ്ധത്തിൽ ജൂതന്മാരോട് ഖൈബറിൽ വെച്ച് വിജയം കൈവരിക്കാൻ, എന്നിട്ടും യുദ്ധ നിയമങ്ങൾക്കപ്പുറം ഒരു മാനുഷിക പരിഗണന കൊടുക്കാൻ ജൂതന്മാരോട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെത്തിയ ഒരു മാർഗം കൃഷിയുടെ വിഷയമാണ്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅത ഖൈബറൽ യഹൂദ അലാ അൻ യഅമലൂഹാ വയസ്റഊനഹാ വലഹും ശത്റു മാ ഖറജ മിൻഹാ. വ്യവസ്ഥ വെച്ചു, ഖൈബറിലെ ജൂതന്മാരുടെ കൃഷിഭൂമി അവർക്ക് തന്നെ വിട്ടുകൊടുത്തേക്ക്. കീഴടക്കി സ്വന്തമാക്കിയത്, എന്നാലും അവർക്ക് വിട്ടുകൊടുത്തേരെ. കാരണം ജൂതന്മാര് ഖൈബറിൽ നല്ല കൃഷിക്കാരായിരുന്നു. അവർ കൃഷി ചെയ്തോട്ടെ, അവരുടെ ഭൂമി അവർക്ക് വിട്ടുകൊടുത്തേക്ക്. യുദ്ധം വിജയിച്ച് കൈയടക്കിയ പ്രദേശം തിരിച്ചു കൊടുത്തു. കർഷകരായതിന്റെ പേരിൽ ശത്രു സമൂഹത്തെ ആദരിച്ചു. എന്നിട്ട് അവരോട് കൃഷി ചെയ്യാൻ പറഞ്ഞു. ഭൂമി കിട്ടിയിട്ട് കാര്യമില്ല, അവിടെ കൃഷി ചെയ്തേ പറ്റൂ.
കൃഷി ചെയ്തേ പറ്റൂ. മൻ കാനത് ലഹു അർദൻ ഫൽയസ്റഇഹാ, ഭൂമിയുണ്ടോ അവൻ കൃഷി ചെയ്തേ പറ്റൂ. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഭൂമി ഉണ്ടായിട്ട് ഒരാൾ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു ആഖിറം രക്ഷപ്പെടുന്ന കർഷകരിൽ നമ്മെ ചേർക്കട്ടെ. ഒരു വാഴയെങ്കിലും നടണം. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയണ്ടേ? ഈ ഹിസാബിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? മൻ കാനത് ലഹു അർദൻ ഫൽയസ്റഇഹാ, ആർക്കെങ്കിലും ഭൂമിയുണ്ടോ എന്നാൽ അവൻ അവിടെ കൃഷി ചെയ്യട്ടെ. ഔ ലിയംനഹഹാ, ഇനി അവന് കൃഷി ചെയ്യാൻ സമയമല്ല, ഭയങ്കര തിരക്കാണ്, എന്നാൽ അത് കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടത്തിന് കൊടുക്കട്ടെ. അങ്ങനെ ഉണ്ട്. കൃഷി ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പിക്കാം, എന്നിട്ട് അതിന്റെ കിട്ടുന്ന വരുമാനത്തിലൊരു വ്യവസ്ഥ വെക്കാം. സ്വന്തമായി കൃഷി ചെയ്യട്ടെ, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കട്ടെ. ഇത് രണ്ടും ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ മണ്ണ് കെട്ടിപ്പിടിച്ചവൻ അവിടെ നിൽക്കട്ടെ. പറമ്പുള്ളവൻ കൃഷി ചെയ്യണം എന്നുള്ളതാ, ചെയ്യാതിരുന്നാൽ ചെയ്യുവാൻ കൊടുക്കേണ്ടതാ. ഇതുപോലെ ജാബിറിനാൽ ഹദീസിൽ വന്നതാ. അതുമാത്രമല്ല ബുഖാരി മുസ്ലിമിൽ ഉള്ളതാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൃഷിയുടെ വിഷയത്തില് അള്ളാഹു അത്ര പ്രാധാന്യം കൊടുക്കുന്നു. അമ്പിയാക്കളിലൂടെ അത് പഠിപ്പിക്കുന്നു. ഈ കൃഷി അള്ളാഹു സൂറത്തുൽ വാഖിഅയുടെ 4 ചോദ്യങ്ങളിൽ ഒരു പ്രധാന ചോദ്യമായി, രണ്ടാമത്തെ ചോദ്യമായി കൃഷിയുടെ നിയന്ത്രണത്തെ കുറിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം സൂറത്തുൽ വാഖിഅയിൽ നമ്മുടെ കുടിവെള്ളത്തെ കുറിച്ചാണ്. അള്ളാഹു ചോദിക്കുന്നു, കുടിവെള്ളത്തെ കുറിച്ച് ചോദിക്കുന്നു. കുടിവെള്ളം, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ അതേക്കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. ആതും ഔസൽതുമൂഹു മിനൽ മുസ്നി, ആ കുടിവെള്ളത്തെ മേഘക്കൂട്ടങ്ങളിൽ നിന്നും നിങ്ങളാണോ ഇറക്കിയത്? നഹ്നുൽ മുൻസിലുൻ, അതോ നാമാണോ ഇറക്കിയത്? അൻസല യുൻസിലു എന്ന പ്രയോഗം ഒറ്റയടിക്ക് ഇറക്കി തരലല്ല, ഘട്ടം ഘട്ടമായി ആവശ്യാനുസരണം ഇറക്കി തരലാണ്. അപ്പോൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ ആവശ്യാനുസരണം ആകാശത്തിലെ മേഘക്കൂട്ടങ്ങളിൽ നിന്നും ഇറക്കിത്തരുന്നത് നിങ്ങളാണോ നാമാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിയുന്നത് റബ്ബിന്റെ കുദരത്ത് ബോധ്യപ്പെടുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു പറയുന്നു, ഈ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി വലിയൊരു വിഷയമാണ്. ലോകത്ത് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇനി ഒരു 3-ാം ലോക മഹായുദ്ധം വരാൻ പോകുന്നതെന്ന ആധുനിക പഠനം. വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി, കുടിക്കാൻ വെള്ളം ഉണ്ടാവും, പക്ഷേ ആ വെള്ളം യോഗ്യമായതാവൂല. ഇപ്പോൾ കടൽ വെള്ളത്തെയൊക്കെ ശുദ്ധീകരിച്ച് കുടിക്കാൻ യോഗ്യമാക്കി എടുക്കാം, പക്ഷെ അതിനു പോലും പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെയുണ്ട്. ലോകാവസാനത്തിന്റെ അടയാളം കുടിക്കാൻ വെള്ളമില്ലാത്ത ഒരു കാലമാവുമത്രേ. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല സ്ഥലത്തും ക്ഷാമമുണ്ട്. കൊച്ചു കേരളത്തിൽ പോലും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ അപേക്ഷിച്ച് പെയ്തിറങ്ങിയ മഴകൾ കുടിവെള്ളത്തിന്റെ വലിയ ആശ്രയമായിരുന്നിടത്ത് ആ കണക്കൊക്കെ തെറ്റാണ്. എത്രയോ കുളങ്ങളും കിണറുകളും സർക്കാർ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലും പഠനങ്ങളിലും ഒഴിഞ്ഞുകിടക്കുകയാണ്, ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ധാരാളം കുളങ്ങളും തടാകങ്ങളും ഉണ്ടായിരുന്ന ഭാരതപ്പുഴയൊക്കെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. വേനലിന്റെ തുടക്കത്തിൽ തന്നെ വെള്ളം വറ്റുന്നു. സ്വഹാബികൾ ഇന്ത്യയിലെ നൈൽ എന്ന് വിളിച്ച ഭാരതപ്പുഴയാണ്. ആ അവസ്ഥയിലേക്ക് മാറുന്നു. കുടിവെള്ളത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കുടിക്കണ വെള്ളത്തെ കുറിച്ച് ചെറിയ ഒരു ആലോചനയൊന്നും അല്ലത്. ആ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി നിലനിർത്തുന്നത് നിങ്ങളാണോ നാമാണോ? അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതിനെ ഇറക്കി തരുന്നത് നിങ്ങളോ നാമോ? ആവശ്യാനുസരണം ഇറക്കാണ്, കുറേശ്ശെ. അള്ളാഹു പറയുന്നു, ലൗ നശാഉ ജഅൽനാഹു ഉജാജ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ കട്ടി ഉപ്പുള്ള രുചിയിലേക്ക് മാറ്റുമായിരുന്നു. അങ്ങനെങ്ങാനും വന്നാൽ നിങ്ങൾക്ക് അത് വേർതിരിക്കാൻ കഴിയാതെ പോകും. അങ്ങനത്തെ ഉപ്പുവെള്ളാക്കിയാണ്. അള്ളാഹു അത് അങ്ങനെ ആക്കിയില്ല. കട്ടിയിലുള്ള ഉപ്പുവെള്ളമാക്കിയില്ല. ഒരിക്കലും വേർതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലുള്ള ഉപ്പുവെള്ളത്തിനാണ് ഉജാജ് എന്ന് പറയാം. ഫലൗലാ തശ്കുറൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിനെ നന്ദി ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഈ കുടിവെള്ളം ഒരിടയ്ക്ക് കിണറുകൾ കാണാതെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ പത്രത്തിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, കിണർ ഇടിഞ്ഞു പോയി, കിണർ കാണാനില്ല, അങ്ങനെയൊക്കെ. കിണറുകൾ അപ്രത്യക്ഷമാകുന്ന ഒരു സമയം കേരളത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കാം. സൂറത്തുൽ മുൽക്കിന്റെ 30-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാ?
ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഒരു സുബഹി സമയത്ത് ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും, ഒരു അതിപ്രഭാതത്തിൽ നിങ്ങൾ വന്നു നോക്കിയപ്പോൾ നിങ്ങളുടെ കുടിവെള്ളത്തിന്റെ ആശ്രയമായ കിണർ കാണുന്നില്ല എന്ന അവസ്ഥയാണെങ്കിൽ ആരാ നിങ്ങൾക്ക് കുടിക്കാൻ യോഗ്യമായ വെള്ളത്തെ എത്തിച്ചു തരാം? അള്ളാഹുവിനല്ലാതെ കഴിയില്ല. ഈ ഒരു ചോദ്യം സൂറത്തുൽ വാഖിഅയുടെ പ്രധാനപ്പെട്ട പ്രമേയമാണ്. മൂന്നാമത്തെ ചോദ്യം അതാണ്. കുടിവെള്ളത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം തീയിനെ കുറിച്ചാണ്, തീയിന്റെ ജ്വലന ശക്തിയെ കുറിച്ച് അള്ളാഹു ചോദിക്കുകയാണ്. നാലാമത്തെ ചോദ്യം ഈ ഭൂമിയിൽ തീ വന്നതാണ്. തീ ഭൂമിയുടെ ആദ്യ പ്രൊഡക്റ്റ് അല്ല, പിന്നീട് വന്നതാണ്. സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭക്ഷണം വെക്കാനും വേവിക്കാനും വേണ്ടി അള്ളാഹു തീയിനെ ഭൂമിയിലേക്ക് കൊടുത്തയച്ചു. നരകത്തിലെ തീയിന്റെ അംശമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലെ തീയ് അതിന്റെ എത്രയോ ഇരട്ടി നരകത്തിന്റെ തീ എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നരകത്തിന്റെ തീയിന്റെ അംശമാണ് ഭൂമിയിലെ തീ. സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നിർദ്ദേശം കൊടുത്തു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പാചകം ചെയ്യാനുള്ള തീ കൊണ്ടുവരാൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് പാചകം ചെയ്യാനുള്ള തീയ് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെടാം. എത്ര വേണം ജിബ്രീൽ എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഒരു ഈത്തപ്പഴത്തിന്റെ അത്രയും വലിപ്പം മതി, അത്രയുള്ളൊരു കട്ട മതി. ഭൂമി തന്നെ ഇല്ലാതെ കൊണ്ടുപോയാൽ ഭൂമിയിൽ പിന്നെ എല്ലാം ഉരുകിപ്പോകാം, ആകാശത്തിൽ നിന്ന് മഴ പോലും കിട്ടാതെ വരാം. അപ്പോ ആ അളവ് പോരാ. അപ്പൊ പിന്നെ എത്രയാണ് വേണ്ടത്? ആ അളവ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ എനിക്ക് ഈത്തപ്പഴത്തിന്റെ അകത്തിരിക്കുന്ന കുരുവില്ലേ, അത്രയും മതി. അതിന്റെ അകത്തിരിക്കുന്ന ആ കുരുവിന്റെ അത്രയും അളവ് മതി. ഭൂമിയിലേക്ക് മഴ പെയ്യൂല. മഹാനായ മാലിക് അലൈഹിസ്സലാം പറഞ്ഞു, ഞാനൊരളവ് പറയട്ടെ, ഒരു അണുവിന്റെ അളവ്. ആ അണുവിന്റെ അളവിലുള്ള തീ കൊടുത്തിട്ട് അതിനെ 70 ബഹറിൽ മുക്കി, എന്നിട്ട് കൊണ്ടുവന്ന് ഷാഹിഖ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ വെച്ചു. ഷാഹിഖ് എന്ന പർവ്വതം ഉരുകിപ്പോയി. ആ ഉരുകിപ്പോയ പുക തട്ടിയ എല്ലാ ഭാഗത്തും പിന്നീട് തീ പിടിക്കാൻ കത്താനുള്ള ഒരു കഴിവുണ്ടാകുന്നത്. ഷാഹിഖ് എന്ന പർവ്വതത്തിന്റെ ഉരുകിയ നേരത്തുള്ള പുക സ്പർശിക്കുന്ന ഭാഗത്താണ് പിന്നീട് തീ സ്പർശിതമാകും. സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാം തീ ഉപയോഗിച്ചത് അങ്ങനെയാണ്. അപ്പോൾ തീ എന്നുള്ളത് ഭൂമിയിലേക്ക് പിന്നീട് വന്നതാ. അള്ളാഹു ചോദിക്കുന്നു തീയിന്റെ ജ്വലന ശക്തിയെ കുറിച്ച്. ഈ വനാന്തരങ്ങളിലെ വലിയ വൃക്ഷങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ പുറത്തു വരുന്ന തീജ്വാലകൾ അത് നിങ്ങൾ സൃഷ്ടിച്ചതാണോ? അങ്ങനത്തെ വലിയ വലിയ പച്ചമരങ്ങളെ കത്തിച്ചത് നിങ്ങളാണോ? വലിയ മരങ്ങളെ ഉദാഹരണമാക്കിയത് ആ കുതിരത്തിനെ ബോധ്യപ്പെടുത്താനാണെന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടോ ചില യാത്രക്കാർക്ക് വനാന്തരങ്ങളിൽ ഈ കാട്ടുതീയെ വഴി തെളിച്ചു കൊടുക്കാറുണ്ടെന്നൊക്കെയാണ്. ആ വെളിച്ചത്തിലൂടെ അവർ പോകും. ആ കാട്ടുതീയിൽ വെന്തമരുന്ന മൃഗങ്ങളെ കഴിക്കാൻ ഉതകുന്ന മൃഗങ്ങളാണെങ്കിൽ അവയെ ചുട്ട മൃഗങ്ങൾ എന്ന നിലയിൽ കഴിക്കാറുണ്ട് ചില യാത്രക്കാർ. അല്ലാഹു പറയുന്നു, ആ കാട്ടുതീ മുഖേന കുറെ ആളുകൾക്ക് നരകത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാഠം അള്ളാഹു അതിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് ഒരു ഉപകാരവും ആ കാട്ടുതീ പടരുന്നതിൽ അള്ളാഹു നൽകുന്നുണ്ട്. അപ്പൊ ഈ തീയിൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള, അള്ളാഹുവിന്റെ കുദരത്ത് ബോധ്യപ്പെടാനുള്ളത് ഉണ്ട്. തീയിന് ഒരുപാട് ഖൈറുകളുണ്ട്. അള്ളാഹു തആല തീയിന് മാത്രം വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകത, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ തീ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീ സ്വയം അശുദ്ധമാകുന്നില്ല. അതുകൊണ്ട് തീയിന് മാത്രമുള്ള ഒരു പ്രത്യേകത. സാധാരണയിൽ ത്വഹാറത്തിന് വേണ്ടി, ശുദ്ധിക്ക് വേണ്ടി മനുഷ്യർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന 4 പദാർത്ഥങ്ങൾ, ഒന്ന് വെള്ളമാണ്, ഉപയോഗിച്ചാൽ മുസ്തഅമലാകുന്നു, അശുദ്ധമാകുന്നു. രണ്ടാമത്തേത് മണ്ണാണ്, ഉപയോഗിച്ചാൽ തയമ്മും ശേഷം അത് മുസ്തഅമലാകുന്നുണ്ട്. മൂന്നാമത്തേത് കാറ്റാണ്, കാറ്റ് വെച്ച് ശുദ്ധിയാക്കുന്നുണ്ട്. നെല്ലൊക്കെ കുത്തി വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് ഉമി പറപ്പിക്കുന്നത് പണ്ട് മുറം വെച്ച് വീശിയിട്ട കാറ്റുകൊണ്ട് ശുദ്ധിയാക്കുന്നുണ്ട്. പൊടിപടലങ്ങൾ പിടിക്കുമ്പോൾ കാറ്റ് അശുദ്ധമാകുന്നുണ്ട്. തീ കൊണ്ട് ശുദ്ധിയാക്കാറുണ്ട്, അഗ്നിശുദ്ധി കൊണ്ട്
ശുദ്ധി വരുത്തുമ്പോൾ അഗ്നിക്ക് അശുദ്ധി സംഭവിക്കുന്നില്ല എന്നതാണ് അഗ്നിയുടെ പ്രത്യേകത. അതുകൊണ്ടൊക്കെ തന്നെയാണ് അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ അന ഖൈറും മിൻഹു എന്ന് ഇബ്ലീസ് പറഞ്ഞത്, വെറുതെ ഒന്നുമല്ല. അപ്പോൾ തീയിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ല? ഇങ്ങനെയൊക്കെയുള്ള ആലോചനാ വിപ്ലവത്തിലൂടെ 4 ചോദ്യങ്ങൾ സൂറത്തുൽ വാഖിഅയുടെ അതിപ്രധാന പ്രമേയം അള്ളാഹു അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. റബ്ബിന്റെ ഖുദ്റത്ത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ റബ്ബിനെ വാഴ്ത്തിക്കൂടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആ ആയത്ത് ഓതുമ്പോൾ എങ്ങനെ ചൊല്ലൽ നല്ലതാണ് എന്ന് മഹാന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. തസ്ബീഹിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. റബ്ബുൽ അലീമായ തമ്പുരാന്റെ ഇസ്മിനെ വാഴ്ത്തുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 74 ആയത്തുകളായി. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. നമ്മുടെ ഇൽമിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരു ചെറിയ ദുആയോടുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ അറിവിലും അമലിലും ബറക്കത്ത് നൽകണേ അല്ലാ. പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി സാക്ഷിയാക്കണേ തമ്പുരാനെ. റബ്ബേ, നീ പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ജീവിതത്തിൽ അമലുകൾ കുറവാണല്ലാ, സൂക്ഷ്മത കുറവാണ് അല്ലാ. ഹറാമുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നു തമ്പുരാനെ. ഹറാമിലായിരിക്കെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ആയുസ്സും ആരോഗ്യവും നീ നിന്റെ മാർഗത്തിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലെയും പ്രതിസന്ധി നീ അഴിച്ചു മാറ്റണേ അല്ലാ. കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. ഈ പരിപാടി വീക്ഷിക്കുന്ന സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ഖൈറും ബറക്കത്ത് നൽകണേ അല്ലാ. പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലിക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.